പക്ഷേ PC ജോർജ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് SDP ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ട് പിന്നാലെ ഇന്ന് രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടക്കുകയാണല്ലോ. അപ്പോൾ PC ചോദിക്കുന്നത് ഈ തീവ്രവാദ സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ട്, രാജ്യവിരുദ്ധ കാര്യങ്ങൾക്ക് പണം ഉപയോഗിച്ചു, PFI എന്ന് പറയുന്ന നിരോധ സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് ഈ പറയുന്ന പോലെ SDPI. ഇതിനെല്ലാം പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ MK ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണിയുടെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഓടി വന്ന് ഈ അന്തിച്ചർച്ച നടത്താനും പ്രതികരിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന സൈബർ അണികളും നേതാക്കന്മാരും ഒക്കെ ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല, എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അദ്ദേഹം ചോദിക്കുന്നുണ്ട്. രണ്ടാമത് ചോദിക്കുന്നത്, ഹമാസിൻ്റെ ആക്രമണത്തിൽ ഒരു മലയാളി പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ ഭയന്നിട്ട് ആ പെൺകുട്ടിക്ക് ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും ഇവിടുത്തെ ഭരണകൂടം തയ്യാറാവാത്തത് ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടമാകും എന്ന കാരണത്താലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആദരാഞ്ജലി അർപ്പിച്ചില്ല എന്നാണ് PC ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇവിടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ആരും എന്താണ് ശബ്ദിക്കാത്തത് എന്നാണ് PC ചോദ്യം. എന്താ മാഷി തോന്നുന്നേ? അല്ല, PC അത്തരം ചോദ്യങ്ങൾ PC മാത്രമല്ല പലരും കേരളത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ രാഷ്ട്രീയം ഇടതു വലതായി തിരിഞ്ഞ് നിന്നിട്ട് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ പല കാര്യങ്ങളും ഉണ്ടായി. പക്ഷെ മുസ്ലിം സമുദായവും ഹമാസും തമ്മിലൊന്നും യഥാർത്ഥത്തിൽ ബന്ധമില്ല. ഹമാസുമായിട്ട് ബന്ധമുള്ളത് മുസ്ലിം സമുദായത്തിനകത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘങ്ങൾക്കാണ്. അപ്പോൾ ആ തീവ്രവാദി സംഘങ്ങളെ ന്യായീകരിക്കേണ്ട ഒരു കാര്യവും ഇടതു വലത് മുന്നണികൾക്കില്ല, BJPക്കും ഇല്ല, ആർക്കുമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം തീവ്രവാദികളെ ആർക്കും ന്യായീകരിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇവർ പൊതുവെ നിശബ്ദരാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർക്കെതിരെ സംസാരിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള സംഭാഷണമായിട്ട് മാറിത്തീർന്നില്ലെങ്കിൽ തന്നെ എതിരാളികൾ മാറ്റി തീർക്കും. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നത്, അതിൽ മൗനം അവലംബിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. പക്ഷേ CPM-ൽ ഇപ്പോൾ P. ജയരാജനെ പോലെയുള്ള ആളുകൾ വളരെ ശക്തമായിട്ട് മുസ്ലിം തീവ്രവാദത്തിനെതിരെ രംഗത്ത് വരികയും SDP-ക്കെതിരെയും അതേപോലെ അങ്ങനെയുള്ള എല്ലാ സംഭവം ജമാഅത്ത് ഇസ്ലാമി ഇവർക്കൊക്കെ എതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്ത് അവരവിടെ നിൽക്കുന്ന ഒരു പൊസിഷൻ, അത് അവരുടെ തന്നെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളതില്ല എന്ന് പറയുന്നതിൽ ഒരു കഥയും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പലതരം പരീക്ഷണങ്ങളൊക്കെ നടത്തി ഓരോരുത്തരും അവരവരുടെ വോട്ട് ബാങ്ക് എന്താണ് എന്ന് തിരിച്ചറിയുന്നു. CPM അങ്ങനെ തിരിച്ചറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പൊസിഷൻ എടുത്ത് അവർ നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം, അതേപോലെ ക്രിസ്ത്യൻ സമുദായം. രണ്ടും അവരോടൊപ്പം നിന്നിരുന്നതാണ്. അത് വിമോചന സമര കാലഘട്ടം മുതലിങ്ങോട്ട് ഒരു തുടർച്ച കൂടിയാണ്. പക്ഷെ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിള്ളലുകൾ ഉണ്ടാകുമ്പോഴാണ് ഇവർ വിഭ്രാന്തി കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊതുവെ ഇപ്പോൾ PC ചോദിച്ചൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്തു, ഫൈസിയെ എന്താണ് അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് രണ്ടുത്തരങ്ങളാണല്ലോ. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ കുറച്ച് മൗനമാണ് നല്ലത് എന്നുള്ളൊരു തോന്നൽ. രണ്ട്, PC എന്താ ചെയ്യുന്നത്, PC എതിരാളികളെ മുഴുവൻ പ്രകോപിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു നാവാണ്. ആരെയും അദ്ദേഹം മുസ്ലിങ്ങളുടെ കൂടെ നിന്ന സമയത്ത് മുസ്ലിങ്ങളെ അദ്ദേഹം എന്ത് ചെയ്ത് അത്രമാത്രം പൊക്കിക്കൊണ്ട് നടന്നിരുന്നു. മുസ്ലിങ്ങൾ ഇദ്ദേഹത്തെയും പൊക്കിക്കൊണ്ട് നടന്നിരുന്നു. അതിന് മുസ്ലിം PC എന്ന് പറയുന്നത് ഒരു വലിയ ബന്ധമായിരുന്നു. ആ ബന്ധം തകർന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, അവരെ ശത്രുവായിട്ട് കണക്കാക്കി, അദ്ദേഹത്തെ ശത്രുവായിട്ട് കണക്കാക്കി. അങ്ങനെ മുസ്ലിം PC എന്ന് പറയുന്നത് സംഘർഷത്തിൻ്റെ ഒരു സിമ്പലായിട്ട് മാറിത്തീർന്നു. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത്. മാത്രമല്ല, ആരുമായിട്ടും സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നാവ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന പദങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാനായിട്ടുള്ള വ്യാപ്തി കാണിക്കുന്ന നാവാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രകോപനം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് പ്രകോപിതരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മുഹമ്മദ് ഫൈസി എന്ന് പറയുന്നത് വ്യക്തികൾക്ക് നേരെ അത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തുന്നില്ല. പകരം പക്ഷേ അദ്ദേഹം മതപരമായിട്ടുള്ള പ്രകോപന പ്രസംഗങ്ങൾ നടത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട. അത് അദ്ദേഹം നിലനിൽക്കുന്ന തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗമാണ്. ആ പ്രസംഗത്തെ എതിർക്കേണ്ടതാണ്. അത് എതിർക്കാതെ പോകുന്നതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്.
PC കയറി വ്യക്തിപരമായിട്ട് ആക്രമിക്കുമ്പോൾ പെട്ടെന്ന് അതിന് റിയാക്ഷൻ ഉണ്ടാവും. മറ്റേയാൾ അങ്ങനെ ചെയ്യാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് റിയാക്ഷൻ വരുന്നില്ല. പക്ഷേ അതിനെതിരെയും റിയാക്ഷൻ വരേണ്ടതാണ്. കാരണം ഈ വർഗീയത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രകോപനപരമായി സംസാരിക്കുന്ന വ്യക്തി ആരായാലും ഏത് മതത്തിൽപ്പെട്ടായാലും അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം വരേണ്ടതാണ്. അതുകൊണ്ട് മുഹമ്മദ് ഫൈസിയുടെ ഈ പ്രയോഗങ്ങൾക്കെതിരെയും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് വന്നില്ല എന്ന് നമ്മൾ അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ PC എല്ലാവരെയും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു, ബോധപൂർവം തന്നെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ ശത്രുക്കളിങ്ങനെ നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. മറ്റിടത്ത് പ്രതികരണം കുറയാൻ കാരണം വ്യക്തിപരമായിട്ടുള്ള ആക്രമണം കുറവാണ് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ മുന്നിലാണ് ഈ വിഷയം വരുന്നതെങ്കിൽ നമ്മൾ രണ്ടുപേരെയും എതിർക്കും, പ്രതികരിക്കും. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഫൈസി പറയുന്ന ഈ വർഗീയമായിട്ടുള്ള സംഭാഷണങ്ങളെ അതിശക്തമായിട്ട് നമ്മൾ എതിർക്കും. അതുപോലെ തന്നെ PC ഉപയോഗിക്കുന്നതായിട്ടുള്ള മോശമായിട്ടുള്ള വാക്കുകളെയും നമ്മൾ എതിർക്കും. കാരണം അത് എതിർക്കുക എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നിഷ്പക്ഷമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് രണ്ടിനും എതിർക്കുന്നത്. അങ്ങനെ എതിർത്താൽ മാത്രമാണ് അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള പൊസിഷനായിട്ട് മാറിത്തീരുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് പക്ഷപാതപരമായിട്ട് വേണേൽ ആരും കൂടി നിൽക്കാം, PCയുടെ കൂടെ വേണേൽ നമുക്ക് നിൽക്കാം, അല്ലെങ്കിൽ പൈസയുടെ കൂടെ നിൽക്കാം, കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ നമ്മളങ്ങനെ അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുന്നില്ല. തെറ്റാണെന്ന് തന്നെ പറയും. അതെ, അവരുടെ പല ഈ വ്യക്തികൾക്കൊക്കെ പലർക്കും നല്ലതായിട്ടുള്ള പല ക്വാളിറ്റീസ് ഉണ്ടാവും, അതിനെ നമുക്ക് അംഗീകരിക്കാനും കഴിയും. പക്ഷേ അവരുടെ മോശമായിട്ടുള്ള ഇത്തരം പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങളെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ചില അടുപ്പ് കൂട്ടി ചർച്ചയൊക്കെ നടത്തുന്ന ചില മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് നടത്തുന്നൊരു പല്ലവിയുണ്ട്. അതായത് എന്ത് കാര്യം എവിടെ നടന്നാലും, ഇപ്പോൾ ഉദാഹരണത്തിനൊരു തീവ്രവാദി ആക്രമണം ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് നടന്നു, അതിനെപ്പറ്റി ഇവിടെ ഒരു ചർച്ചയുണ്ടായി. ആ സമയം മുതൽ അവർ പറയാൻ തുടങ്ങും ഇസ്ലാമോഫോബിയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സംഗതി അനാവശ്യമായി ഉണ്ടാക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കട്ടെ. അത്തരത്തിലൊരു യാഥാർത്ഥ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സംസാരിക്കുമ്പോൾ അതിനെയും ഈ ഇസ്ലാമോഫോബിയ വെച്ചിട്ട് തടയുകയാണ്. എല്ലാ കാര്യവും ഇസ്ലാമോഫോബിയാക്കി മാറ്റി. അങ്ങനെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇസ്ലാം തീവ്രവാദത്തെക്കുറിച്ചോ അവരിൽ നടക്കുന്ന ചില അനാചാരങ്ങളെക്കുറിച്ച് പോലും സംസാരിക്കാൻ പറ്റാത്ത ഗതികേടിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പോയിട്ടുണ്ട്. ഇതൊരു ഒരു ഷീൽഡാക്കി ഉപയോഗിക്കുകയാണ് ഇവർ ഈ ഇസ്ലാമോഫോബിയ. അല്ല, ഇത് ഈ വർഗീയവാദത്തിൻ്റെ ഒരു പ്രതിരോധ രീതിയാണ്. വർഗീയവാദം മുന്നോട്ട് വെക്കുന്ന സമയത്ത് ആ വർഗീയവാദത്തിന് ശക്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാമോഫോബിയയുടെ പ്രശ്നം പറയും. ഹിന്ദുക്കൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ എന്ത് പറഞ്ഞാൽ എന്താ കുഴപ്പം, നിങ്ങളൊന്ന് മുസ്ലിമിനെതിരെ പറഞ്ഞു വെക്കാൻ ശക്തികളെയും എന്ന് പറയുന്നത് നമ്മൾ കേട്ടല്ലോ. ഇത് എല്ലാവരുടെയും ഒരു രീതിയാണ്. എല്ലാവരും അങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് പകരമായിട്ട് മൗലികമായി ഓരോരുത്തരും മുന്നോട്ട് വെക്കേണ്ടതായിട്ടുള്ള ആശയം അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളത് മനസ്സിലാക്കാനല്ല നമ്മളത് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടില്ല അവരത് ചെയ്യുന്നത്. അവരതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പ്രേമേന്ദ്രൻ പറഞ്ഞ കാര്യം ചർച്ച ചെയ്ത് പറഞ്ഞല്ലോ, ഒരു സത്യം പാർലമെൻറ്റിൽ നടക്കുന്ന സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംഖ്യയാക്കും എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. നിങ്ങൾ പറയുന്ന ആശയത്തെ അല്ല എതിർക്കുന്നത്, പകരം നിങ്ങൾ അങ്ങനത്തെ ഒരു ആശയം പറഞ്ഞാൽ നിങ്ങൾ സംഖ്യയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം തീവ്രവാദിയാണ്, അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദിയാണ് അങ്ങനെ എന്ന് ചാപ്പകുത്തുകയാണ്. ഈ ചാപ്പകുത്തി അവനെ നിശബ്ദനാക്കാനാണ് ശ്രമിക്കാൻ. നമ്മൾ സംവാദത്തിന് നമ്മൾ ഒരു RSSൻ്റെ വേദിയിൽ പോയി എന്ന് വിചാരിക്കുക. ഉടനെ എല്ലാവരും കൂടെ പറയും ഇവൻ RSS ആയി എന്ന് പറയും. നമ്മൾ ഇതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പറയും ഇവൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനായിരുന്നു. ആ സമീപനം മാറണം. ആ സമീപനം മാറ്റാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ സത്യസന്ധമായിട്ട് സംസാരിക്കാനായിട്ട് ഉള്ള മനുഷ്യൻ്റെ സഞ്ചാര വഴികൾ അടച്ചു കളയാന്നാണ്. അപ്പോൾ ഭയപ്പെട്ടിട്ട് അവിടെ പോയില്ല സംസാരിക്കാനായിട്ട്. കാരണം അങ്ങനെ പോയാൽ ഇങ്ങനത്തെ ഒരു പെട്ടെന്നാണല്ലോ. കാരണം നമ്മൾ സിംഗിൾ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അപ്പോൾ നമുക്കെന്താണെന്ന് വെച്ചാൽ ഇതിനെതിരെ പ്രചാരം സൃഷ്ടിക്കാനും പ്രചരണം നടത്താനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ വളരെ സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, മതപ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇത് പ്രചരണം നടത്താനായിട്ട് വലിയ സംവിധാനങ്ങളുണ്ട്. അവർ പ്രചരിപ്പിക്കും. വളരെ കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്ന സമയത്ത് അത് ആളുകൾ വിശ്വസിക്കുകയും അങ്ങനെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കടമ്പനിട്ട രാമകൃഷ്ണൻ്റെ ഒരു കവിതയിൽ ചോദിക്കുന്നുണ്ട്, ഒരു കോഴി കൂവിയാൽ നേരം വെളുക്കുകയും ഞാൻ 1000 കോഴിയെ കൂവിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
അത് നമ്മളുടെ ഈ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. തിരിച്ചറിവുണ്ടാവട്ടെ. കൂടുതൽ കൂടുതൽ കൂവുക, കൂവി തെളിയുക. അങ്ങനെയാണ് കൂടുതൽ പറയുന്ന ആളുകൾ പറയുന്നതാണ് ശരിയെന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ലോകമാണ്. ഒറ്റയ്ക്ക് നമ്മൾ ശബ്ദിച്ചാൽ ആ ശബ്ദം അങ്ങനെ കാര്യമായ രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം.